Hi everybody. ഞാൻ ഡോക്ടർ അബ്ബാസ് ഒറ്റോലി അമൽ കോളേജിലെ 4-year അണ്ടർഗ്രാജുവേറ്റ് പ്രോഗ്രാമിൻ്റെ അക്കാഡമിക് കോർഡിനേറ്ററാണ്. നമ്മളിന്ന് വളരെ ക്വിക്കായിട്ട് അമൽ കോളേജിലെ FIUGPയുടെ ഡീറ്റെയിൽസാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ബേസിക്കലി നമ്മൾ മൈനർ പാത്വേസും അതുപോലെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകൾ ഏതെല്ലാം ഉള്ളത് അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്കറിയാം 4-year അണ്ടർഗ്രാജുവേറ്റ് പ്രോഗ്രാമിൽ 3 സ്ട്രക്ചറാണുള്ളത്. ഒന്ന് നിലവിലുള്ള പോലെ 3 വർഷം കൊണ്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു നോർമൽ ഡിഗ്രി ആയിട്ട് പുറത്തു പോവുക. ആ ഡിഗ്രി സാധാരണ നമുക്ക് ഡിഗ്രി എലിജിബിലിറ്റി ആയിട്ടുള്ള ഏത് ജോബിനും അപ്ലൈ ചെയ്യാൻ സാധിക്കും. ദെൻ സെക്കൻഡാണ് 4-year UG ഡിഗ്രി അല്ലെങ്കിൽ ഹോണേഴ്സ് ഡിഗ്രി എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ 3 year എല്ലാ പേപ്പറും പാസ്സാവുന്ന കുട്ടിക്ക് 4th ഇയറിൽ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് ഒരു ഹോണേഴ്സ് ഡിഗ്രി ആയിട്ട് പുറത്തു പോകാം. ഈ ഹോണേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ പിന്നീട് 1 വർഷം കൊണ്ട് നമുക്ക് PG ചെയ്ത് നമ്മൾ ഉന്നത പഠനമൊക്കെ നമുക്ക് തുടരാൻ പറ്റും. മൂന്നാമത്തെ ഓപ്ഷനാണ് ഹോണേഴ്സ് വിത്ത് റിസർച്ച് എന്ന് പറയുന്നത്. ഈ കേസിൽ നമ്മൾ 3 വർഷം കൊണ്ട് എല്ലാ പേപ്പറും പാസ്സാവണം. അതിന് പുറമെ 75% കൂടുതൽ മാർക്കും ഉണ്ടെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ റിസർച്ച് ഗൈഡ്ഷിപ്പ് ഉള്ള ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ അണ്ടറിൽ നമുക്കൊരു പ്രോജക്റ്റ് ചെയ്തുകൊണ്ട് 4 വർഷം കൊണ്ട് നമുക്ക് റിസർച്ച് വിത്ത് ഹോണേഴ്സ് അല്ലെങ്കിൽ ഹോണേഴ്സ് വിത്ത് റിസർച്ച് എന്ന ഡിഗ്രി വാങ്ങാൻ പറ്റും. ഈ 3 തരത്തിലുള്ള ഒരു സ്ട്രക്ചറാണ് 4-year അണ്ടർഗ്രാജുവേറ്റ് പ്രോഗ്രാമിന് ഉള്ളത്. നെക്സ്റ്റ് ബേസിക്കലി നമ്മൾ 3 വർഷം കൊണ്ട് മേജർ കോഴ്സുകളായിട്ട് 17 പേപ്പറുകളും മൈനർ കോഴ്സുകളായിട്ട് 6 പേപ്പറുകളും ഇംഗ്ലീഷ് അടക്കമുള്ള ജനറൽ ഫൗണ്ടേഷൻ കോഴ്സുകളായിട്ട് 13 പേപ്പറും പഠിക്കുന്നുണ്ട്. അപ്പോൾ 36 പേപ്പർ ഉണ്ടാവും. 3-year ഡിഗ്രി എന്ന് പറഞ്ഞാൽ 133 ക്രെഡിറ്റ് ആണ്. അതുപോലെ 4-year ഡിഗ്രി എന്ന് പറഞ്ഞാൽ ടോട്ടൽ 177 ക്രെഡിറ്റ് ആണ് ഉള്ളത്. ബാക്കിയുള്ള ക്രെഡിറ്റ് 133 അഡീഷണൽ ക്രെഡിറ്റ് നമ്മൾ 4th ഇയറിൽ അല്ലെങ്കിൽ 7th and 8th സെമസ്റ്ററിലാണ് അത് വാങ്ങിക്കുന്നത്. ഈ ഡിഗ്രിക്ക് 3 സ്ട്രക്ചർ ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ പുറമെ അക്കാഡമിക് പാത്വേസ് ഉണ്ട്, അഥവാ സിംഗിൾ മേജർ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ കുട്ടി ഒരു മേജർ പ്രോഗ്രാമിലേക്കാണ് ജോയിൻ ചെയ്യുന്നത്. അത് BCom ആവാം, BA ഇംഗ്ലീഷ് ആവാം, BTHM ആവാം. അതിൽ മേജർ കോഴ്സിൽ 17 കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ദെൻ മൈനർ കോഴ്സുകൾ അവന് ഇഷ്ടമുള്ള പോലെ പല ഡിസിപ്ലിനുകളായിട്ട് പല രീതിയിൽ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവന് മൈനർ ഡിസിപ്ലിൻ ഉണ്ടാവില്ല, പകരം സിംഗിൾ മേജർ എന്ന് പറഞ്ഞിട്ട് BCom മേജർ എന്നൊരു സർട്ടിഫിക്കറ്റാണ് കിട്ടുക. സെക്കൻഡ് മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻസ് ആണ്. അഥവാ മേജർ കോഴ്സുകൾ 17 കംപ്ലീറ്റ് ചെയ്ത ഒരു ഡിസിപ്ലിന് ദെൻ 2 ഗ്രൂപ്പായിട്ട് മൈനർ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യും, 2 വ്യത്യസ്ത ഡിസിപ്ലിന്. അങ്ങനെയാണെങ്കിൽ അവൻ്റെ ഡിഗ്രി BA ഇംഗ്ലീഷ് മേജർ വിത്ത് ജേർണലിസം ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞ പോലെ ഒരു മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ എന്നുള്ള ഡിഗ്രിയാണ് അവന് കിട്ടുക. മൂന്നാമത്തെ മേജർ വിത്ത് മൈനർ എന്നാണ്. നമ്മൾ മേജർ കോഴ്സ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തു. ദെൻ 6 മൈനർ കോഴ്സുകൾ ഒരേ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരേ ഡിസിപ്ലിന് ചെയ്താൽ അവനൊരു മേജറും കിട്ടും, ഒരു മൈനറും കിട്ടും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ BCom മേജർ മാർക്കറ്റിംഗ് മൈനർ. അപ്പോൾ BCom മേജർ എന്ന് പറഞ്ഞിട്ട് 17 പേപ്പറും ദെൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഏരിയയിൽ 6 പേപ്പറും അവന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും. ദെൻ മേജർ വിത്ത് വൊക്കേഷണൽ മൈനറാണ്. മൈനർ നേരത്തെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞതിന് പകരം ഏതെങ്കിലും വൊക്കേഷണൽ ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മൈനർ കോഴ്സുകളാണ് അവൻ 6 സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടും. ദെൻ അവസാനത്തെ ഡബിൾ മേജർ. അവിടെ മൈനർ ഉണ്ടാവില്ല, പകരം മേജർ 1 മേജർ 2 എന്നുള്ള രീതിയിൽ ഡബിൾ മേജർ പ്രോഗ്രാം ആയിരിക്കും. ഇതിൽ അമൽ കോളേജിൽ നിലവിൽ അവൈലബിൾ ഉള്ളത് സിംഗിൾ മേജർ ഒരു കുട്ടിക്ക് ഓപ്റ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിന് ഒരുപാട് സാധ്യതകളുണ്ട്. മേജർ വിത്ത് മൈനറിനുള്ള സാധ്യതകളുണ്ട്. പ്ലസ് ഡബിൾ മേജറിനുള്ള സാധ്യതകളാണ് നിലവിൽ അമൽ കോളേജിൽ ഉള്ളത്. അമൽ കോളേജിൽ അവൈലബിൾ ആയിട്ടുള്ള മൈനർ കോമ്പിനേഷൻസ് ആണ് ഈ ഒരു മാട്രിക്സിൽ ഈ ടേബിൾ നമ്മൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നിലവിൽ മേജർ പ്രോഗ്രാമുകളായിട്ടുള്ളത് കൊമേഴ്സിൽ BCom, BA എക്കണോമിക്സ്, BTHM, കമ്പ്യൂട്ടർ സയൻസ്, സൈക്കോളജി, ഇംഗ്ലീഷ്. അപ്പോൾ ഈ 6 ഡിപ്പാർട്ട്മെൻറ്റുകളും അല്ലെങ്കിൽ ഈ 6 പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടും 2 മൈനർ ഗ്രൂപ്പ് വീതം ഓഫർ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തിന് നമ്മൾ B1 എന്ന് പറയുന്ന ഒരു സ്ട്രീമാണ്, മറ്റൊന്ന് C1 എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. ഒരു കുട്ടിക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് B1 എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്ന് ഒരു പേപ്പറും C1 എന്ന് പറയുന്ന ഒരു പേപ്പറുമാണ് ഫസ്റ്റ് സെമസ്റ്ററിൽ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്.
അങ്ങനെ ഒരു ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ, ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 3 പേപ്പറാണ്. അത് സെം 1, സെം 2, സെം 3യിലാണ് പഠിക്കേണ്ടത്. അതേപോലെ 2 ഗ്രൂപ്പിൽ നിന്നും 3 പേപ്പർ വീതം പഠിക്കുമ്പോഴാണ് കുട്ടിക്ക് ആ മൈനർ ഗ്രൂപ്പിന് ക്വാളിഫൈ ആവുന്നത്. ഇപ്പോൾ ഇതിലിപ്പോൾ എക്സാമ്പിളായിട്ട് കാണിക്കുകയാണെങ്കിൽ ബികോം കുട്ടികൾക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അവരുടെ മൈനർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് B1 ഡിജിറ്റൽ മാർക്കറ്റിങ്ങും C1 ലോജിസ്റ്റിക്സും ആണുള്ളത്. അപ്പോൾ ആ കുട്ടിക്ക് വേണമെങ്കിൽ അത് ഓപ്റ്റ് ചെയ്യാം. പക്ഷെ നിലവിലുള്ള FIUGPയുടെ ഒരു സിസ്റ്റം അനുസരിച്ച് ബികോമിലെ കുട്ടി ബികോമിൻ്റെ മൈനർ തന്നെ ചൂസ് ചെയ്യാൻ നിർബന്ധമില്ല. അയാൾക്ക് ഇഷ്ടമുള്ള മൈനറിലേക്ക് മൂവ് ചെയ്യാം. വേണമെങ്കിൽ ബികോമിൻ്റെ കൂടെ ഹോസ്പിറ്റാലിറ്റി ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് B1 ചൂസ് ചെയ്യുകയും C1 വേണമെങ്കിൽ BTHMൻ്റെ തന്നെ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം 2 മൈനർ ഗ്രൂപ്പും BTHM ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് അവരുടെ ഹോസ്പിറ്റൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന മൈനറിനായിരിക്കും അവൻ ക്വാളിഫൈ ചെയ്യുക. അപ്പോൾ അവൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ പേര് ബികോം മേജർ ഹോസ്പിറ്റൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ മൈനർ എന്നായിരിക്കും. ഇനി ഇതിന് പകരം ബികോമിലെ ഒരു കുട്ടി ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ഒരു മൈനർ സെലക്ട് ചെയ്തു. പക്ഷേ സെക്കൻഡ് മൈനർ അവന് ഇംഗ്ലീഷിലുള്ള പൊളിറ്റിക്കൽ സയൻസ് ആണ് സെലക്ട് ചെയ്തെന്നുണ്ടെങ്കിൽ അവൻ്റെ ഡിഗ്രി വരിക ബികോം വിത്ത് ഹോസ്പിറ്റാലിറ്റി ഓപ്പറേഷൻ ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ള രീതിയിലായിരിക്കും. ഇങ്ങനെ ഇതിലടങ്ങിയിട്ടുള്ള ഏത് കോമ്പിനേഷനും ഒരു കുട്ടിക്ക് ചൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ കോളേജിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ഒക്കെ അഭിപ്രായത്തിൽ നമ്മുടെ കോളേജിലെ പല കോഴ്സുകളും അനലൈസ് ചെയ്യുമ്പോൾ ഒരു കുട്ടിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് അവരുടെ എക്സിസ്റ്റിംഗ് കോമ്പിനേഷൻ ആയിരിക്കും ഏറ്റവും ഫസ്റ്റിൽ സ്യൂട്ടബിൾ ആകും. പക്ഷേ അതിൽ നിന്ന് മാറി ചിന്തിക്കുന്ന കുട്ടികൾക്ക് അവരുടെ കോമ്പിനേഷൻ ഏത് രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതെല്ലാം നിങ്ങൾ ഈ മൈനർ കോഴ്സിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ കൂടി ഞാൻ എടുക്കുകയാണെങ്കിൽ BA ഇംഗ്ലീഷിന് ബൈ ഡിഫോൾട്ടായിട്ട് അവരുടെ B1 ജേർണലിസവും C1 പൊളിറ്റിക്കൽ സയൻസും ആണുള്ളത്. അപ്പോൾ ഒരു കുട്ടി BA ഇംഗ്ലീഷ് എടുത്താൽ BA ഇംഗ്ലീഷ് വിത്ത് ജേർണലിസം ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് ആണ് അവരുടെ ഡിഫോൾട്ട് മൈനർ. പക്ഷേ ഈ മൈനർ നമുക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. BA ഇംഗ്ലീഷ് ജേർണലിസത്തിൽ നിന്നുകൊണ്ട് വേണമെങ്കിൽ ആ കുട്ടിക്ക് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റിലേക്ക് സെക്കൻഡ് ഗ്രൂപ്പിൽ ഓപ്റ്റ് ചെയ്യാം. അതുപോലെ BA ഇംഗ്ലീഷിൽ നിന്നുകൊണ്ട് ജേർണലിസവും പൊളിറ്റിക്കൽ സയൻസും ഡ്രോപ്പ് ചെയ്തിട്ട് പകരം കൊമേഴ്സിൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ലോജിസ്റ്റിക്സ് എടുക്കാം. അങ്ങനെ ഏത് കോമ്പിനേഷനും കുട്ടിക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ചെയ്യേണ്ടത് അഡ്മിഷൻ സമയത്താണ്. ഇതുപോലെ തന്നെ മൈനർ കോഴ്സ് 6 കോഴ്സിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞ് 2 ഗ്രൂപ്പുകളായിട്ട്. അതിന് പുറമെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സസ് ഉണ്ട്. മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് എടുക്കേണ്ടതാണ്. അമൽ കോളേജിൽ നിലവിൽ മേജർ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇംഗ്ലീഷ്, കൊമേഴ്സ്, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, ടൂറിസം ആൻഡ് ഹോട്ടൽ മാനേജ്മെൻറ്റ്, സൈക്കോളജി, കമ്പ്യൂട്ടർ സയൻസ് ഇവരെല്ലാവരും സെം 1 സെം 2 മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. ഈ കോഴ്സിലേക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒഴികെ ബാക്കിയുള്ളവർക്കൊക്കെ ചൂസ് ചെയ്യാം. സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികൾക്ക് അവരവർ തന്നെ ഓഫർ ചെയ്യുന്ന മൈനർ കോഴ്സുകൾ ചൂസ് ചെയ്യാൻ പാടില്ല. അല്ലാത്തവർക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും. ദെൻ ഇതിന് പുറമെ മേജർ ഓഫർ ചെയ്യാത്ത അറബിക്ക്, മലയാളം, ഹിന്ദി, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ലൈബ്രറി ഈ ഡിപ്പാർട്ട്മെൻറ്റുകളും അഡീഷണൽ ആയിട്ട് സെം 1 സെം 2 മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ചൂസ് ചെയ്യുന്നുണ്ട്, ഓഫർ ചെയ്യുന്നുണ്ട്. ഇത് ഏത് കുട്ടികൾക്കും അവർക്ക് ഇഷ്ടമുള്ള പോലെ ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്കുള്ള അഡ്മിഷൻ എങ്ങനെ നടക്കുന്നത് വെച്ചാൽ അമൽ കോളേജിൻ്റെ ERP പോർട്ടലായിട്ടുള്ള എംബേസ് ആപ്പ് വഴിയാണ് ഇതിൻ്റെ അഡ്മിഷൻ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻസ്ട്രക്ഷനും എംബേസ് ആപ്പിൽ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന മെനുവിൽ വരും. അതുപോലെ FIUGP എന്ന് പറയുന്ന മെനുവിലാണ് നമ്മൾ ഇതിൻ്റെ അപ്ലിക്കേഷൻസ് നടക്കുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ അതിൽ പറയുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നമ്മൾ മൈനർ ഗ്രൂപ്പ് 1 B1 വേണമെങ്കിൽ അപ്ലൈ ചെയ്യണം. മൈനർ ഗ്രൂപ്പ് 2 B2 C1 എന്ന് പറയുന്ന ഗ്രൂപ്പിലേക്കും നമ്മൾ കൃത്യമായിട്ട് കോഴ്സ് സെലക്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്യണം. ഈ സമയത്ത് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നേരത്തെ ഞാൻ ചർച്ച ചെയ്തപ്പോഴൊക്കെ മൈനർ ഗ്രൂപ്പിൻ്റെ പേരുകളാണ് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ആപ്പിലേക്ക് വരുന്ന അപ്ലൈ ചെയ്യുന്ന സമയത്ത് സെം 1 പേപ്പറിൻ്റെ പേരായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മറ്റു ഫയലുകളിൽ നിന്ന് ഓരോ ഗ്രൂപ്പിലും വരുന്ന സെം 1 സെം 2 സെം 3 പേപ്പറുകൾ ഏതാ പേരുകൾ മനസ്സിലാക്കി വെക്കണം. എന്നിട്ട് നമ്മൾ എംബേസ് വഴി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആ പേപ്പറാണ് ചൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് സെമസ്റ്ററിലെ മൈനർ 1 ആയിട്ട് ഉള്ള പേപ്പറും മൈനർ 2 ആയിട്ടുള്ള പേപ്പറും ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. അതേപോലെ തന്നെയാണ് MDCക്ക് അപ്ലൈ ചെയ്യേണ്ടത്. പക്ഷേ മൈനർ ഗ്രൂപ്പിൻ്റെ അപ്ലൈ ചെയ്ത് അതിൻ്റെ അഡ്മിഷൻ ഒരു 1 ഡേ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. 1 ഡേ ഓർ 2 ഡേ കംപ്ലീറ്റ് ചെയ്യും. കംപ്ലീറ്റ് ചെയ്തിട്ട് MDCക്ക് അപ്ലൈ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ കിട്ടുമ്പോൾ മാത്രമാണ് MDCക്ക് അപ്ലൈ ചെയ്യേണ്ടത്. MDC അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ മൈനറും മേജറും കിട്ടാത്ത അല്ലെങ്കിൽ മൈനറും മേജറും ചൂസ് ചെയ്തിട്ട് അത് രണ്ടുമല്ലാത്ത ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് MDC എടുക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽസ് കൂടുതൽ അറിയണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഡീറ്റെയിൽസ് കൊടുക്കും. അതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യിക്കാം, അല്ലെങ്കിൽ നേരിട്ട് നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് ഡിപ്പാർട്ട്മെൻറ്റ് കോർഡിനേറ്റേഴ്സ് ഉണ്ട്, അതുപോലെ കോളേജിലെ വലിയ അക്കാഡമിക് കോർഡിനേറ്റർ ഉണ്ട്. ഇവരോടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനം എടുക്കാം. എന്തായാലും നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ ഏറ്റവും പ്രിഫർ ചെയ്യുന്നത് കൊടുക്കണം. ഫസ്റ്റ് ഓപ്ഷൻ കിട്ടാതിരിക്കാൻ ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷനും തേർഡ് ഓപ്ഷനൊക്കെ അതിനനുസരിച്ച് തന്നെ അലൈൻ ചെയ്ത് കൊടുക്കണം. എന്നാലാണ് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയില്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷനിലേക്ക് നമ്മൾ പരിഗണിക്കുക, സെക്കൻഡ് കിട്ടിയില്ലെങ്കിൽ തേർഡ് പരിഗണിക്കുക. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ഓപ്ഷൻസ് കൃത്യമായിട്ട് നമ്മൾ ചൂസ് ചെയ്യണം. അതുപോലെ തന്നെ ഏറ്റവും ഒരു കുട്ടിക്ക് അവരുടെ മേജർ ഡിസിപ്ലിനോട് ഏറ്റവും അലൈൻഡ് ആയിട്ടുള്ള ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് നിലവിൽ ഓഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന മൈനർ തന്നെ ആയിരിക്കാം. അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മാത്രമാണ് മറ്റുള്ള മൈനറുകൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തിട്ട് ഇതിൽ അപ്ലൈ ചെയ്യേണ്ടത് എന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. താങ്ക് യു.